അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വെങ്ങോട്, തോന്നയ്ക്കൽ വെങ്ങോട്. അപ്പോൾ അത് എൻ്റെ നാടാണ്. അപ്പോൾ രാവിലെയാണ് അവിടുത്തെ ആ ഒരു ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം ഒരു വീഡിയോയിലൂടെ ഞാൻ അറിയുന്നത്. അവിടെ നടന്ന ഒരു അനാസ്ഥ. അപ്പോൾ നമ്മുടെ ആ നാട്ടിലെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു എന്ത് പനി, ജലദോഷം, ചുമ എന്തെങ്കിലും അസുഖം വന്നാൽ നേരെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് പോകണം കേട്ടോ, വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ അവിടെ ഒരു പ്രശ്നം എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു സംഭവം അവിടെ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതിന് ഞാൻ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. കാര്യം കാലാകാലങ്ങളായിട്ട് എൻ്റെ ഓർമ്മ ഞാൻ ജനിച്ചിരിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ ഈ കോളനി ആശുപത്രിയിലാണ് പോയിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് അവിടെ പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം അല്ല കേട്ടോ, അങ്ങനെ ഒരു അസുഖങ്ങൾ എനിക്ക് അങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ പനി, ചുമയൊക്കെ വരുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും അവിടെയാണ് പോകുമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അവിടെ നടന്നൊരു സംഭവിച്ചാൽ ഒരു ലാബ് ടെസ്റ്റ് റിസൾട്ട് റോങ് ആയിരുന്നു. അപ്പം റോങ്ങായ റിസൾട്ട് വന്നപ്പോൾ തന്നെ ആ ഒരു ലേഡി അത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അതും കൂടി നോക്കണം. അപ്പോൾ റിസൾട്ട് തെറ്റായി വന്നപ്പോൾ അവർക്ക് ഡോക്ടർ ആ റിസൾട്ട് വെച്ചിട്ടാണ് മരുന്ന് എഴുതിയത്. പക്ഷേ അവർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് അവർ വേറെ ഒരു ലാബിൽ കൂടെ ടെസ്റ്റിന് കൊടുത്തപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് പുറത്ത് വന്നത്. അപ്പോഴാണ് ഇവിടെ റോങ് ആയി എന്ന് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊരു മെഷീനിൽ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ തെറ്റ് പറ്റാതെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് ഇപ്പോൾ ലാബിലെ ടെസ്റ്റാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയാൽ മീൻസ് നോർമലൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് അതിൽ ഒരു വിരുദ്ധത എന്തെങ്കിലും ഒരു ഫീല് ചെയ്താൽ നിങ്ങൾ 1 or 2 പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഒരു സംഭവമുണ്ട്, നിങ്ങളെല്ലാം അറിഞ്ഞ ഒരു കാര്യമാണ്. ഈവൻ ഒരു ലേഡിക്ക് ഇതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് റിസൾട്ടിലൂടെ അറിഞ്ഞപ്പോൾ പിന്നെ ബ്രസ്റ്റ് തന്നെ നീക്കം ചെയ്തതിന് ശേഷമാണ് അവർക്ക് ക്യാൻസർ അല്ലായിരുന്നു, ആ ലാബ് ടെസ്റ്റിൽ വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് മനസ്സിലായത് തന്നെ. അപ്പോൾ അത് ഒരു ഭയങ്കര വലിയ മിസ്റ്റേക്ക് നിങ്ങൾ ആലോചിച്ച് പോരാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ലാബ് ടെസ്റ്റുകൾ തെറ്റ് പറ്റാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒന്നിൽ തന്നെ അത് ഉറപ്പിക്കരുത്. നിങ്ങൾ 1, 2, 3 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ എന്തായാലും. അതുപോലെ തന്നെ അസുഖത്തിൻ്റെ കാര്യമാണെങ്കിൽ അതെ, നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടു, ആ ഡോക്ടർ നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇത് പറയും, നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു അസുഖമുണ്ട്, അപ്പോൾ നമുക്കത് ഓപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ പറയും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ, മറ്റൊരു ഡോക്ടറെ കൂടെ കാണിക്കുമോ അല്ലേ? 1 or 2 ഡോക്ടർ കൂടെ കാണിച്ച് ഉറപ്പ് വരുത്തുന്നത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാനില്ല. ചിലപ്പോൾ നമുക്കൊരു വലിയ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരില്ലായിരിക്കാം ആ ഒരു ഇതിന്, അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ കൂടെ കാണിച്ച് കഴിയുമ്പോൾ നമുക്കറിയില്ല. അപ്പോൾ ഈവൻ നമ്മുടെ ശരീരം നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ അവർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഒന്നിൽ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും, ഒന്നിൽ തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കരുത്. എന്താണെങ്കിലും ലാബ് ടെസ്റ്റ് ആണെങ്കിലും ഡോക്ടറെ കാണിക്കുന്ന നിങ്ങളുടെ രോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ 1 കൂടുതൽ തവണ 2 കൂടുതൽ തവണ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഉറപ്പിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ.